ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നടിയിൽ മഴക്കാലത്ത് എന്തൊക്കെ പച്ചക്കറികൾ നമുക്ക് നടാം, ഏതൊക്കെ പച്ചക്കറികൾ വിജയിക്കും എന്നൊക്കെ ഉള്ളത് ഞാൻ മഴക്കാലത്ത് നട്ട് വിജയിച്ചതായിരുന്നു കഴിഞ്ഞ വർഷത്തെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടങ്ങിയത്. മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇന്നും നല്ലത് ഇവിടെ മഴയില്ല കേട്ടോ. പക്ഷേ മഴക്കാലത്ത് നടാൻ പറ്റിയ പച്ചക്കറികൾ ഏതൊക്കെയെന്നുള്ളതും അതെങ്ങനെ നടുന്നെന്നുള്ളതും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ കുറേ പേര് കമൻ്റ് ഇട്ടിരുന്നു. ആ കമൻറ്റിൻ്റെ മറുപടി ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കമൻറ്റ് വായിക്കുമ്പോൾ സമയം പോകും. ഞാൻ 2-3 ആൾക്കാരെ കമൻറ്റിന് മറുപടി തന്നേ പറ്റൂ. അതുകൊണ്ട് എഴുതുമ്പോൾ മടുത്തു, കുറേ എഴുതണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോയിൽ അങ്ങ് പറയാൻ. എന്നാൽ വരി, നമുക്ക് നടിയിലും കമൻറ്റിൻ്റെ മറുപടിയും പച്ചക്കറി കാണലും പോട്ടി മിക്സും ഒക്കെ കാണാം. എന്നാൽ വരി, ഫസ്റ്റിൽ തന്നെ ഞാൻ ഗ്ലൗസ് ഇടട്ടെ. ഈ ഗ്ലൗസ് ഇട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? പിന്നെ പാമ്പ്, മെയിനായിട്ട് പാമ്പ്. കാരണം ചാപ്പിൽ നമ്മൾ വാരുമ്പോൾ, കരിയില വാരുമ്പോൾ അതേ കളറുള്ള പാമ്പുണ്ടാവും. നമുക്കറിയില്ല. ഓലിങ്ങനെ ഇര തേടി അവിടെ കിടക്കുമ്പോൾ ആയിരിക്കും പോയിട്ട് ഇങ്ങനെ മാന്തിയുണ്ട് ചമ്മോ. അതുകൊണ്ട് ഗ്ലൗസ് നിർബന്ധമാണ്. ഞാൻ ചില സമയത്ത് വരാൻ പോകുമ്പോൾ ഗ്ലൗസ് എടുത്താലും ഇവിടെ നടിയിൽ സമയത്ത് ഞാൻ ഗ്ലൗസ് ഇടലില്ലായിരുന്നു. അപ്പം പിന്നെ എനിക്ക് തോന്നി എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ചെയ്താലോ, ഗ്ലൗസ് ഇല്ലാണ്ട് പണിയെടുത്താലോ എൻ്റെ അവർക്കെങ്ങാനും എൻ്റേത് കണ്ട് അതുപോലെ ചെയ്തിട്ട് എന്തെങ്കിലും ആപത്ത് വന്നാൽ എൻ്റെ ഖേദം തീർത്താൽ തീരൂല, അത് സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടുകൊണ്ടാണ് ഇന്ന് പണിയെടുക്കുന്നത് കേട്ടോ. എന്താണെന്നറിയോ പ്രത്യേകമായിട്ട് പറയുന്നത്? ഞാൻ ഗ്ലൗസ് ഇടുന്നത് കണ്ടിട്ടാണ് കുറേ പേര് ഗ്ലൗസ് വാങ്ങിയിടുന്നതെന്നും കൂടി പറഞ്ഞു അതിൽ കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഗ്ലൗസ് ഇട്ടു കേട്ടോ. പിന്നെ സാധാരണ ഞാൻ നടൽ സിമൻറ്റ് ചാക്കിലാണ്. ഇപ്പം കുറച്ചൊക്കെ ഒരു പ്രോഗ്രസ് വരണ്ടേ അല്ലേ? സിമൻറ്റ് ചാക്കിനോട് കുറച്ച് നേരത്തേക്ക് വിടയാ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഉള്ളത് നമ്മൾ കടയിലൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ ലാഭത്തിന് കിട്ടും എന്നുള്ളത്. ഇത് ഒന്നിന് 10 രൂപയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 10ലും കുറവ് 9 ആവുള്ളൂ. ഒരു തൂക്കിയാ തന്നത്. ഇതാണ് എടുത്ത്. ഹോൾസൊക്കെ ഉണ്ട്. 2-3 കൊല്ലമൊക്കെ ഉപയോഗിക്കാം. റൗണ്ടിൽ നിന്നോളൂ, നമ്മൾ റൗണ്ടാക്കേണ്ട ആവശ്യമല്ല. ഒന്ന് മടക്കി വെച്ചാട്ടെ. എന്താ പറഞ്ഞാൽ എൻ്റെ പോട്ടി മിക്സ് ഇടുമ്പോൾ ഒന്ന് ഇങ്ങനെ നിൽക്കണമെങ്കിൽ ആദ്യം ഇതേപോലെ നമുക്ക് സിമൻറ്റ് ആക്കാം. ഇതേപോലെ ഞാൻ ആക്കലുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ചകിരി തെറ്റിപ്പോകുന്നുണ്ടോ, സോറി. നിങ്ങളെ നാട്ടിൽ പനി ഉണ്ടോ? ഇവിടെ കുറേ പേർക്ക് പനിയാണ്. പനി വന്ന് വീട്ടിൻ്റെ പടിക്കൽ വരെ എത്തിയിട്ടുണ്ട്. ഞാൻ പേടിയില്ല. പനിച്ച കഴിഞ്ഞു കേട്ടോ കഥ. ഭക്ഷണവും വേണ്ട, പണിയെടുക്കാനും കഴിയില്ല. നമ്മളെല്ലാവരും പഠിച്ചോ കാക്കട്ടെ രോഗങ്ങളിൽ നിന്ന്. ഞാൻ ചകിരി ബെഡ് പൊളിച്ചായിരുന്നു ഞാൻ സാധാരണ ഡെയിലി. അപ്പോൾ ഇതിൽ ഞാൻ ഇടുന്നത് പിന്നെ ഞാൻ തേങ്ങ പൊളിച്ച ചകിരി തുപ്പ് ഞങ്ങൾ പറയലു കേട്ടോ. അത് കുറച്ചുണ്ടായിരുന്നു ചാക്കിൽ. ചകിരിയൊക്കെ ഞാൻ ഓരോരുത്തർക്കാൻ കൊടുത്തു കത്തിക്കാനൊക്കെ. ഇതിൻ്റെ തുപ്പട വെച്ചോളാം ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ചാക്കിലാക്കി വെച്ച്. അതാ ഞാൻ ഇന്ന് ഇടുന്നത്. ഇതാ തുപ്പിട്ടു. അതൊന്ന് പരത്തണം കേട്ടോ. ഇങ്ങനെ നമ്മൾ നടുവിൽ മാത്രമായാൽ പറ്റില്ല. ഇതാ കണ്ടില്ലേ, നല്ല പരത്തിയട വെച്ചാൽ ഷേപ്പിലും നിൽക്കും. ഇനി അടുത്തത് ഇടട്ടെ. ഇന്ന് 1-2 അല്ല നടുന്നത്, ഗ്രോ ബാഗ് കുറേ ഇങ്ങോട്ട് എടുത്തതാ. ചകിരിൻ്റെ മേലെ ഞാൻ കുറച്ച് മണ്ണിടുന്നുണ്ട്. ഇത് കൂടുതലും ഞാൻ ഇടാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇത് വാഴത്തട കമ്പോസ്റ്റാണ് ഞാനിതിലിടുന്നത് കൂടുതലും. ഞാൻ വാഴത്തട കമ്പോസ്റ്റ് ഉണ്ടാക്കി ഇങ്ങ് പോന്നീനി. പിന്നെ എനിക്ക് തോട്ടത്തിൽ പോയിട്ട് കരിയില വാരാൻ ഒരു പേടി. ഗ്ലൗസ് ഉണ്ട്, പാമ്പ് ഷൂ ഉണ്ട്, എന്നാലും പേടി. അന്നേരം ഞാൻ വിചാരിച്ചു എൻ്റെ കുറേ വാഴത്തട കമ്പോസ്റ്റ് ഉണ്ടാക്കിയ ചാക്കിലുണ്ടല്ലോ, അതിപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ, ഇത് നമ്മൾ കൃഷിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ലേ. ആയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നായിക്കോട്ടെ. അങ്ങനെ മണ്ണിട്ട് ഇനി ആ വാഴത്തട കമ്പോസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് എൻ്റെ വാഴത്തട കമ്പോസ്റ്റ് കൂത്തി നിറച്ച് ഇടയ്ക്ക് മണ്ണിട്ടൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ 2 അറ്റും ഇങ്ങനെ കെട്ടി ഇങ്ങനെയൊക്കെ വെച്ചതായിരുന്നു. ഞാൻ ഇടയ്ക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് അമർന്ന് നോക്ക് അടിയിലെത്തി കണ്ടോ. വാഴത്തട ഇങ്ങനെ ആകുന്നേ ഉള്ളൂ, മേൽഭാഗമൊക്കെ ആകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇതാടാൻ വിചാരിച്ചത്.
വാഴത്തട കമ്പോസ്റ്റും ചാക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ധാരാളം നൈട്രജനും ചെടിക്ക് വളരാൻ വേണ്ട എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ ഇതും കിട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അതാ മെയിനായിട്ട് ഗ്ലൗസ് ഇട്ടത്. എന്താ ഇതൊക്കെ വാഴത്തട ചീഞ്ഞിട്ടേ ഉള്ളൂ. ഇനി കമ്പോസ്റ്റൊക്കെ ഇതിൽ നിന്നാവട്ടെ, ഇതിൽ നിന്ന് കിട്ടിക്കോട്ടെ. എന്താ ഒക്കെ ഇതിൽ നിന്ന് അങ്ങ് ചീഞ്ഞോളൂ. നമ്മൾ നനക്കൂ. നോക്കി കുറഞ്ഞു പോയത് എത്ര കുത്തി നിറച്ചിരുന്നു ഞാൻ, കുറഞ്ഞങ്ങ് പോയി. അതുകൊണ്ട് നമുക്കിതിൽ കുറേ ഇടാം. ഇതിൽ ചെടിക്ക് വളരാനുള്ള എല്ലാ ഇതിലുണ്ട്. അപ്പം വാഴത്തട കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ ഇട്ടിരുന്നു കേട്ടോ. ഒന്നുമില്ല ഉണ്ടാക്കേണ്ടത്. വാഴ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊലയും കൊണ്ട് ഇങ്ങോട്ട് പോരരുത്. കൊല മാറ്റി വെച്ചിട്ട് വാഴത്തടക്ക് കുത്തി 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 ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു ചാക്കിലങ്ങ് ഇട്ട് വെച്ചാൽ മതി. കുറച്ച് മണ്ണും അത് കമ്പോസ്റ്റ് ആയിക്കോളൂ. നമുക്ക് വളത്തിൽ ആ ചാക്ക് തന്നെ നടാം. എനിക്ക് വേണം അതിൽ നടാം. ശരി, ഞാൻ വിചാരിച്ച് എല്ലാത്തിനും എടുക്കാമല്ലോ. എന്താ വാഴത്തട കമ്പോസ്റ്റ് എന്താ റെഡിയായി. ഇനി ഞാൻ കുറച്ച് മണ്ണിട്ടിട്ട് ഞാൻ നടാൻ പോയി. നടുന്ന ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മണ്ണും ഇട്ടിതാ കണ്ടോ എൻ്റെ മണ്ണിൻ്റെ കളറ് നോക്ക്. എൻ്റെ മണ്ണിൻ്റെ കളറ് ഇതിൽ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ മണ്ണിരണ്ട്. മണ്ണിരനെ പേടിച്ച് വിറച്ചു ആരും ഓടിപ്പോയി ഒന്നും വേണ്ട. മണ്ണിര കർഷക ബന്ധുവാണ്. മണ്ണിര ഇതിലുണ്ടെങ്കിൽ ഓട്ടാക്കിയിട്ട് വായുസഞ്ചാരം എല്ലായിടത്തും എത്തും. മണ്ണിരയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കുക്കിരിക്കട്ട, ആ കട്ട നല്ലൊരു ജൈവവളമാണ്. അപ്പോൾ മണ്ണിര കമ്പോസ്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് മണ്ണിര അവിടെ നിന്നോട്ടെ കേട്ടോ. ഞാൻ ഫസ്റ്റിൽ തന്നെ നടുന്നത് വഴുതിന മഴക്കാലത്ത് വഴുതിന ഉണ്ടാവും. എനിക്ക് എവിടുന്ന തയ്യ് കിട്ടിയെന്ന് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് എപ്പോൾ ഞാൻ പറയും കരിയില കമ്പോസ്റ്റിൽ വഴുതിന മുളച്ചപ്പോൾ ഞാനത് കുറച്ച് വലുതായപ്പോൾ അതിങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെയുള്ള പോട്ടിലേക്ക് അങ്ങ് വെച്ച്. എന്നാൽ നമുക്ക് വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തിൽ നമുക്ക് എപ്പോഴാണോ ഒഴിവ് കിട്ടുന്ന നേരം നടുക. 2 എണ്ണം അങ്ങ് നടുക. ഇതിലങ്ങനെ ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. നടാൻ പോവുക കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇത് വലിയ ഗ്രോ ബാഗാണ്. അതുകൊണ്ട് നമുക്ക് 2 എണ്ണം നടാം. ഇതാ 2ഉം ഇവിടെ വെച്ചു. 2 എണ്ണം. ഇത് മഴക്കാലത്ത് സൂപ്പറായിട്ട് വളരും. എനിക്ക് വേണ്ടത് പച്ച നീളം വഴുതിനയാണ്. അതാണിത്. അത് ഞാൻ നോക്കിയിട്ട് അതാ നമുക്ക് ഇല കണ്ടാൽ മനസ്സിലാവും. ഇനി ഞാൻ കുറച്ചും കൂടെ കരിയില കമ്പോസ്റ്റ് എന്നേ പറഞ്ഞുള്ളൂ. കുറച്ചും കൂടെ വാഴത്തട കമ്പോസ്റ്റ് തന്നെ ഇട്ടാട്ടെ. ഇനി നിങ്ങൾക്കൊരു സംശയം വരും, ഇതിൽ നനവ് കൂടുതലുള്ളത് കൊണ്ട് ഒച്ചി വരൂരേന്ന്. ഒച്ചി വന്ന് കഴിഞ്ഞാൽ ഒച്ചിൻ്റെ പണി എന്താ അറിയോ, ഇതിലുള്ള തളിരെല്ലാം തിന്നു. എൻ്റെ കാബേജില്ലേ നിറയെ ഓട്ടാക്കി വെച്ചിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു കാബേജിൻ്റെ ഇലയിൽ ഉറുമ്പ് പോലും ഇല്ല, ഇതെങ്ങനെ ഓട്ടായത് കഴിഞ്ഞല്ല കേട്ടോ. അന്നേരമല്ലേ ഞാൻ പിന്നെ നേരിൽ കണ്ടത്. പഠിച്ചോ എനിക്ക് കാണിച്ചു തന്നു. അത് വലിയൊരു ഒച്ചി തിന്ന് തീർക്കുക. ഇപ്പം ഒച്ചിനുണ്ടാക്കുന്ന വളമൊക്കെ എൻ്റെ മരുന്നൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട്. ഇനി നിങ്ങൾക്ക് വീഡിയോ തപ്പാനാവുമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഒച്ചി പോകാനുള്ള മരുന്നുണ്ടാക്കി കാണിച്ചു തരാം. അങ്ങനെ വിജയകരമായിട്ട് വഴുതിന നട്ടു. ഇനി ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ നട്ട് കാണിച്ചു തരാം. ഞാൻ ഗ്രോ ബാഗിൽ പോട്ടി മിക്സ് നിറക്കുന്നത് കാണിക്കുന്നില്ല, നടുന്നതും എവിടെ നിന്നാണ് തൈ കിട്ടിയോന്ന് കാണിക്കും. കുറച്ച് നല്ല മണ്ണ് ഇടട്ടെ, നല്ലൊരു കളറുള്ള മണ്ണ്, മറ്റേ കറുപ്പുള്ള മണ്ണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മണ്ണ് കിട്ടിയത് എവിടുന്നാന്നുള്ളത്, ടിപ്പറിൽ അടിച്ചതാണ്, നല്ല മേൽമണ്ണ് അടിച്ചത്. അപ്പോൾ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറുപ്പ് കളർ നല്ല ഫലപുഷ്ടമുള്ള മണ്ണാണ്. പന്നിട്ട് കയറിയല്ലോ എൻ്റെ ഈ മണ്ണ്. കുറച്ചൊരു ലുക്ക് നമുക്ക് നടുമ്പോൾ അതിൻ്റേതായ ഒരു പവർ വേണ്ടേ, ഒരു മൊഞ്ചി. ഇതാ അങ്ങനെ എന്താ നിൽക്കട്ടെ. ഇത് കുറച്ച് കാലം ഉണ്ടാവും, കാരണം പിന്നെ എന്തായിരുന്നു വാഴത്തട കമ്പോസ്റ്റാണ്. അടിപൊളിയായിട്ട് റോക്കറ്റ് സ്പീഡിന് വളരുന്നത് ഞാൻ കാണിച്ചു തരും കേട്ടോ. ഇനി അടുത്തത് ഞാൻ ഗ്രോ ബാഗ് നിറച്ചു. അത് ഞാൻ വാഴത്തട കമ്പോസ്റ്റ് തന്നെ ഇട്ട് നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നടാൻ പോകുന്നത് കാബേജാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ എനിക്ക് എവിടുന്ന് ഈ കാബേജ് തൈ ഈ സമയത്ത് നഴ്സറിയിൽ പോലും ഇല്ല, എനിക്ക് എവിടുന്ന് കിട്ടിയെന്നായിരിക്കും ചിന്തിക്കുന്നതില്ലേ. എന്നാൽ കാബേജ് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്യുന്ന പണിയാണ് കേട്ടോ. ആ കുറ്റിയോടുകൂടി വലിച്ചിങ്ങോട്ട് എടുക്കും. എന്നാൽ കുറ്റിയോടുകൂടി ആരും വലിച്ചെടുക്കരുത്. അത് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക. കാരണം ഞാൻ കട്ട് ചെയ്ത അടയാളം ഇവിടെ ഉണ്ട്. ഇതാ
അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് 2 ആഴ്ച കഴിഞ്ഞാലുണ്ടല്ലോ ഇതിന്മേൽ ചുറ്റും കാബേജ് തൈ വരും. കാബേജ് തൈ വന്നു കഴിഞ്ഞാൽ ആ കാബേജ് തൈ നമ്മൾ വന്നു കഴിഞ്ഞാൽ പൊട്ടിച്ചിങ്ങെടുക്കുക. എന്താ ഇത് നല്ലൊരു ആരോഗ്യമുള്ള ഇങ്ങനത്തെ ഒരു തൈ നഴ്സറിയിൽ നിന്ന് പോലും കിട്ടൂല. അത്രക്കും ആരോഗ്യമുള്ള ഒരു തൈ കിട്ടിയില്ലേ. അതാ കണ്ടോ, ഞാൻ കട്ട് ചെയ്ത ഭാഗം കണ്ടത് എടുത്തപ്പോൾ അങ്ങക്ക് കാണാനായത്. ഇതാ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ഒരു തണലത്ത് കൊണ്ടുപോയിട്ട് ഇപ്പം അതിൽ വെക്കുന്നേ ഉള്ളൂ, ഞാൻ കാണിച്ചത്. തണലത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി വെച്ച് തണലത്തട കൊണ്ടുപോയി വെക്കുക. അങ്ങനെ ആ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ നിറയെ വേര് വരും. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് വേറെ എടുത്തത് നിറയെ വേര് വന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തരാം കേട്ടോ. ഇതാ വേര് വന്ന് കണ്ടോ, വേര് വന്ന് ശരിക്ക് കണ്ടോളി, വേര് വന്ന് ഇതാ. അപ്പം നല്ലൊരു കുറ്റിയുറപ്പുള്ളൊരു തൈയായി കാബേജിൻ്റെ തൈ. നമ്മൾ അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും മഴക്കാലത്ത് കാബേജ് ഉണ്ടാവുമോയെന്ന്. മഴക്കാലത്ത് നമ്മൾ വീടിൻ്റെ ഒരു സൈഡിലൊക്കെ അങ്ങ് വെച്ചാൽ മതി. നമുക്ക് വലിയ പണ്ട് വേനൽക്കാലത്ത് കിട്ടുമ്പോൾ കിട്ടിയിട്ടെങ്കിൽ 2-3 തോരനുള്ളത് കിട്ടും. അത് ഉറപ്പാണ്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അനുഭവത്തിലൂടെ പറയാം. അപ്പോൾ കാബേജ് ഞാൻ മഴക്കാലത്തും നടുന്നല്ല ഉറപ്പ് പറയുന്ന കാരണം എനിക്ക് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ. ഞാൻ ഇത് നടാൻ പോവുകയാണേ. ഇതാ വേര് കണ്ടോ, ഒന്നും കൂടി കാണിച്ചു തരാം. വേര് വന്ന് ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അങ്ങനെ കാബേജും നട്ടു, വഴുതിന നട്ടു, കാബേജ് നട്ടു. ഇനി ഈ കൂട്ടത്തിൽ എനിക്ക് കുറേ തൈ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എന്താക്കുമെന്നറിയോ, വേര് പിടിച്ചിട്ടേ നടൂ. ഞാനിപ്പം തന്നെ ഇത് മണ്ണിൽ വെക്കും. ഇതാ 2, 3 ഇനി ഇവിടെ ഒക്കെ ഉണ്ട്, അത് ആളായി വരട്ടെ. ഇതെന്താക്കും അറിയാം, ഞാൻ ഇതാ ഇതിൽ തന്നെ ഞാൻ കൈകൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യും. ഗ്ലൗസ് ഇട്ടത് കൊണ്ട് എനിക്ക് കൈകൊണ്ട് തന്നെ ഒക്കെ മാന്താ. പേടിയല്ലെങ്കിൽ ഭയങ്കര പേടിയാണ് എനിക്കിങ്ങനെ പാമ്പിനെ ഭയങ്കര പേടി. ഇതാ ഇങ്ങനെ വെക്കും ഞാൻ. അത് തണലത്ത് വെക്കുക, വെയിലത്ത് വെക്കൂല. ഒന്ന് അവിടെ വെച്ചു. അപ്പം നമ്മൾ ഒരു കാബേജ് വിളവെടുത്താലുണ്ടല്ലോ, നമുക്ക് കൊല്ലങ്ങളോളം കാബേജ് വിളവെടുക്കാനുള്ളത് നമുക്ക് ആ തൈയിൽ നിന്ന് കിട്ടൂ. അതൊരു വിധ ആൾക്കാരോട് ഒന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർ ആദ്യം ഞെട്ടും പോലെ കേൾക്കുന്നത്. ഞാൻ എപ്പോൾ എൻ്റെ വീഡിയോയിൽ പറയലുണ്ട്. എന്താ എനിക്കിതിൽ 3 തൈയും കിട്ടി. ഒരു തൈ ഞാൻ നട്ടും ചെയ്ത്. ഇതും ഞാൻ വെയിലത്ത് വെക്കൂല, ഇതും വെയിലത്ത് വെക്കൂല, ഇതും വെയിലത്ത് വെക്കൂല. എനിക്ക് ICU ഉണ്ട് ചെടീൻ്റെ. കാരണം എനിക്ക് മഴയും കൊള്ളരുത്, വെയിലും കൊള്ളരുത്. എന്നിങ്ങനെ ആളായി തെളിഞ്ഞ് തളിര് വരുന്നെന്ന് കണ്ടാൽ മാത്രമേ ഞാൻ പുറത്ത് വെക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കാബേജിൻ്റെ നട്ട് കഴിഞ്ഞു. അപ്പോൾ വഴുതിന നട്ടു, കാബേജ് നട്ടു. ഇനി ബ്രക്കോളിന്ന് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കൂല എനിക്ക് ബ്രക്കോളി തയ്യും കിട്ടിയോ എന്നുള്ളത്. ബ്രക്കോളിനും ഇതൊക്കെ കാബേജ് കുടുംബത്തിൽ പെട്ടതാട്ടോ. അതങ്ങ് വിളവെടുത്ത് കഴിഞ്ഞാൽ നിറയെ തൈ വന്നു. കണ്ടോ നിറയെ തൈ വന്നത്. ഈ ബ്രക്കോളിന് കാബേജ് പോലെയല്ല, കുറേ തൈ വരും. ഞാൻ അടിയിൽ കട്ട് ചെയ്തിട്ട് ഞാൻ മണലിൽ കുത്തിവെച്ചതായിരുന്നു കേട്ടോ. ഇവിടെ മണലിൽ കുത്തിവെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 എണ്ണം നടാനാണ് ഉദ്ദേശിച്ച്. എന്താ വേര് വന്നത് കണ്ടോ, അടിപൊളിയായിട്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നൊരു കണ്ണൂർ ഷെരീഫയൊക്കെ ഉണ്ട്. കണ്ണൂർ ഷെരീഫ് എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ കമൻറ്റ് തന്നെ, ഒന്നിൽ തന്നെ 3-4 കമൻറ്റ്. താങ്ക്സ് കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ മുറ്റും പരിസരവും ഒക്കെ പച്ചക്കറിയും വൃത്തിയും എല്ലാം ഉഷാറായിട്ടുണ്ട്. അതിൻ്റെ കാരണക്കാരി ഞാനാണ്. മടിച്ചിനെ ഞാൻ അധ്വാനിയാക്കി മാറ്റിയെന്ന്. താങ്ക്സ് കേട്ടോ. പിന്നെ വേറെ എന്ന് പറഞ്ഞത് സരോജിനി പറഞ്ഞത് മഴക്കാലത്ത് നടാൻ പറ്റിയത് എന്താണെന്നാണ് ചോദിച്ചത് എന്നോട്. പൂക്കളാണെങ്കിൽ സരോജിനിയോട് ഞാൻ പറയുന്നത് ബാൾസം ചെടിയൊക്കെ നല്ലതാണ്. അത് മഴ കൊണ്ടാലൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു പകുതി മഴ കൊണ്ടാലും മറ്റ് ചെടികൾക്കും പ്രശ്നമൊന്നുമില്ല. പച്ചക്കറി ഇനത്തിലാണെങ്കിൽ ഇപ്പോൾ മഴക്കാലത്ത് നടാൻ പറ്റുന്ന ഇതന്നെയാണ് കാബേജ് മഴ കൊള്ളണ്ട, വഴുതിന, ഈ ബ്രക്കോളിന് മഴ കൊള്ളണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇത് ചീര, അതൊക്കെ ഫസ്റ്റാണ്. ഞാൻ ചീര നടുന്നുണ്ട്. ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വേറെ എന്താ പറഞ്ഞറിയോ, എനിക്ക് പെട്ടെന്ന് മാമീനെ ഞാൻ എപ്പോൾ മാമിക്ക് കമൻറ്റ് ഇടലുണ്ട്, മാമി കാണലില്ലാന്ന്. അയ്യോ, ഇന്നത്തെ കണ്ടിട്ട് കമൻറ്റ് ഇട്ടണേ ഞാൻ കണ്ടു എന്നുള്ളത്. മാമിൻ്റെ ഞാൻ എപ്പം കാണലുണ്ട് കമൻറ്റൊക്കെ കേട്ടോ. എനിക്ക് എത്രയോ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എത്രയോ പ്രിയപ്പെട്ടവർ എനിക്കുണ്ട് കേട്ടോ. എൻ്റെ ഫാൻസായിട്ട്
ഞാൻ നടുപോലെ നട്ട് മുറ്റും തോട്ടും ക്ലീനാക്കിയവരുണ്ട്, എത്രയോ പേരുണ്ട്. പിന്നെ സുഫൈല പറഞ്ഞത് സുഫൈലയും ഭർത്താവും ആ കാണലെന്ന്. എന്നിട്ട് ഞാൻ ചെയ്യും പോലെ ചെയ്തിട്ട് ഇപ്പോൾ അടിപൊളിയായിട്ട് കൃഷി ഉണ്ടായിട്ടുണ്ട് എന്ന്. താങ്ക്സ് കേട്ടോ. ഇനി ഞാൻ ഇത് നടാൻ പോകുക കേട്ടോ. ബ്രക്കോളിയും വേര് പിടിച്ചത് കണ്ടല്ലോ. ഇതൊക്കെ നല്ല മഴയത്ത് പുറത്ത് വെക്കണ്ട, ഇറയിൽ വെക്കൂരേ പോരെൻ്റെ ഇറാന്നാണ് ഞങ്ങൾ ഇവിടെ പറയൽ. അങ്ങനെ ബിസ്മില്ലാഹിർ അതും നട്ടു. ഇതും ഞാൻ 2 എണ്ണം നടുന്നത് എന്താ അറിയോ, ഇത് വലുതാ ഈ കവറ്. എന്താ ഈ ബ്രക്കോളിന് എനിക്ക് കിട്ടിയത് ഒരു ഫാൻസ് എനിക്ക് തന്നതാ, ഞാൻ വാങ്ങിയതല്ല. കണ്ടെത്തവലുള്ള സുലൈക്ക തന്നതാ. അപ്പോൾ അവരെനിക്ക് കുറേ തക്കാളിൻ്റെ തൈ തന്നിട്ടുണ്ട്, പച്ചമുളകിൻ്റെ തന്നിട്ടുണ്ട്, ബ്രക്കോളിന് പൈസ കൊടുത്ത് വാങ്ങി എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇതാട്ടോ, ഇത് കണ്ടിട്ടുണ്ടേ കമൻറ്റ് ഇടണേ. ഞാൻ വേറെ തൈ ഉണ്ടാക്കി നട്ടു. ഇതാ അടിപൊളിയായിട്ട് നട്ടു. ഇനിയും നടാനുണ്ട് ഇഷ്ടം പോലെ. ഇതിൽ 3 ഉണ്ട്, ഇതിൽ ഇഷ്ടം പോലെ തൈകളുണ്ട്. ഇനി അടുത്ത് പിന്നെ ഇതിലൊക്കെ ഞാൻ മെയിനായിട്ട് നിങ്ങളെ കാണിച്ചില്ല എന്താണ് പോട്ടി മിക്സ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ വാഴത്തട കമ്പോസ്റ്റ് ആട്ടോ. വാഴത്തട കമ്പോസ്റ്റ് ചെടികൾക്ക് വളരാൻ, റോക്കറ്റ് സ്പീഡിൽ വളരാൻ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അതൊന്നും ഇനി കളയണ്ട. തോട്ടം വൃത്തിയാവും, നല്ല വൃത്തിയാവും, നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാം. അപ്പോൾ ഞാൻ പൈസ മുടക്കില്ലാത്ത എല്ലാ വളങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കലുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഞാൻ ഇതിന് കുറേ സ്ഥലത്ത് തയ്യാക്കി മാറ്റിയിട്ട് ഇതൊക്കെ തയ്യാ. ഇതിപ്പോൾ മുളച്ച് വന്നു. ഇനി അടുത്തത് ചീരയാണ്. പോട്ടി മിക്സ് ഒന്നും ഞങ്ങളെ കാണിച്ചില്ല. ആ വാഴത്തട കമ്പോസ്റ്റ് തന്നെയാണുള്ളത്. മണ്ണും കുറച്ചൊക്കെ ഞാൻ ശീമക്കൊന്നൻ്റെ ഇട്ടിട്ടുണ്ട്. മഴക്കാലത്ത് നല്ല വെയിലൊക്കെ, മഴക്കാലത്ത് ഉണ്ടാവില്ല ഇടയ്ക്കൊരു വെയിലും ഇതൊക്കെ, ആ സമയത്ത് ഇതൊരു വളർച്ച അങ്ങ് വളരും കേട്ടോ. നമുക്ക് ശരിക്കും 2 എണ്ണം മതി. ഇത് ഞാനങ്ങനെ മണ്ണിലാക്കി വെച്ചായിരുന്നു. ഇതൊക്കെ വേര് പിടിച്ച്, വേരിങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ ചെറുത് മാറ്റിയതായിരുന്നു. കണ്ടോ വേര് പിടിച്ച്. നടട്ടെ. ബിസ്മില്ലാഹിർ ഇതന്നെ ഇപ്പം നോക്ക്, മഴക്കാലത്തിൻ്റെ ഇലയായത് നല്ലൊരു കളറ് വന്നിട്ടുണ്ട്, പച്ച കളറ്. ഞാൻ കുറേ നടാൻ വിചാരിച്ചിന്, ചുവന്ന ചീരി നടാൻ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഫാൻസ് കാട്ടിക്കുളമുള്ളത് എനിക്ക് സുന്ദരി ചീരൻ്റെ തന്നിട്ടുണ്ട്. ഞാനത് പറിക്കാണ്ട് നിൽക്കുന്നതിന് വിത്താവട്ടെ, എന്നിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം, എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കുകയും ചെയ്യാം, അങ്ങനെ വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി. ഇത്ര മതി, ചീരക്കൊക്കെ ഇത്ര മതി കേട്ടോ. ഇനി കുറേ ചീരത്തൈകൾ ഉണ്ട് എനിക്ക്. ഞാനത് നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം എന്താണെന്ന് പറഞ്ഞാൽ നീണ്ടു പോകും വീഡിയോ. എങ്ങനെയുണ്ട്? അപ്പോൾ എന്തൊക്കെ നട്ട് എന്നുള്ളത് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ബ്രൊക്കോളിന്, കാബേജ്, ചീര, വഴുതിന. പിന്നെ ഞാൻ വഴുതിന തൈ ഇതൊക്കെ ഞാൻ മാറ്റും, ഇവിടുന്നൊക്കെ മാറ്റും, ICUവിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിപ്പോൾ എന്താണ് പോട്ടി മിക്സ് ചേർത്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ചാക്കും വാഴത്തടി ഉണ്ടെങ്കിൽ ഉഷാറായിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ മഴക്കാലത്ത് നടാൻ പറ്റുന്നതൊക്കെ പറ്റാത്തതൊക്കെ ഞാൻ ക്ലിയറാക്കി പറഞ്ഞു തന്നല്ലോ. ഇപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.